മോഡല് DI ഇഞ്ചൻ വരുന്ന വണ്ടി, DI ടർബോ ഇഞ്ചൻ, അതായത് റയർ പീസ് ആണ്. ഈ വണ്ടിക്ക് 3-4 ടൈപ്പ് ഇഞ്ചൻ വരുന്നുണ്ട്. ഇതിൽ DI ടർബോ ഇഞ്ചൻ ഉള്ള വണ്ടിയാണിത്. ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ മൈലേജ് അല്ല, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. AC വർക്കിംഗ് ആണ്, പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ്, പവർ വിൻഡോസ് വർക്കിംഗ് ആണ്. പിന്നെ വണ്ടി സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി നരിയാണല്ലേ? വണ്ടി നരിയാന്ന് പറയാണ്ടോ. മെക്കാനിക് ഒക്കെ എന്തുപാട്? മെക്കാനിക് വാങ്ങലും ഫുൾ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് അല്ലേ? പേപ്പർ വാങ്ങലും 2026 ലാസ്റ്റ് വരെ പേപ്പർ വാങ്ങലും ഉണ്ടല്ലേ? എത്ര കൊടുക്കത്? ഇത് നമ്മൾ ഫുൾ നീറ്റ് ആക്കിയിട്ട് ഇപ്പൊ 1-2 ചെറിയ ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും ടച്ചപ്പും അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് 2.5 ആസ്കാണ്. മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പൊ നിലവിലുള്ള എല്ലാ വർക്കും നിങ്ങൾ അതായത് പോളിഷും ടെന്റിങ്ങും വർക്കും കുറച്ച് ചെയ്യുന്നുണ്ട്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ ബഡ്ജറ്റിൽ 5 സീറ്റർ 7 സീറ്റർ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ തിരൂർ വലിയപ്പാടം അൽഹംദി കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ഹാദിലാണ്. അതിൽ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. കഴിഞ്ഞ വീഡിയോ തകർത്തു അല്ലെ? ഓക്കെ. പിന്നെ കുറെ വണ്ടികൾ കയറിയിട്ടുണ്ടല്ലോ? ഒരുപാട് വണ്ടി കയറിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ. എന്തായാലും വണ്ടി കയറാതെ എന്തായാലും നിങ്ങൾ വിളിക്കില്ലെന്ന് എനിക്ക് അറിയാം. അതായത് ചെറിയ ബഡ്ജറ്റിന് വണ്ടികൾ, ഏറ്റവും പിന്നെ എന്താ പറയാ ലോ പ്രൈസിലുള്ള വണ്ടികൾ ഇപ്പോൾ കയറിയിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ട് 7 സീറ്റർ ആണെങ്കിൽ ചെറിയ പൈസ തന്നെ ഉണ്ട്, 5 സീറ്റർ ആണെങ്കിൽ ചെറിയ പൈസ ഉണ്ടല്ലേ? നിങ്ങൾ ഈ സ്കൂട്ടർ ഒക്കെ കൊണ്ടുവന്നാൽ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്? എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ചെയ്യൂല്ലേ? ലോറി ബസ് ഒക്കെ ചെയ്യോ? ലോറി ബസ്സൊക്കെ വണ്ടി നോക്കിയിട്ട് ചെയ്യൂല്ലേ? നിങ്ങൾ ഒരു 5 സീറ്റർ വാഹനം കൊടുത്തിട്ട് വലിയ വണ്ടി 7 സീറ്റർ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതും ചെറിയ ബഡ്ജറ്റിൽ കുറെ വാഹനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണേ. ഈ വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ 40 വണ്ടികളാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ സ്കിപ്പ് അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 വണ്ടിയൊക്കെ കാണാതെ പോകും. കാരണം പെട്ടെന്നാണ് ഓരോ വണ്ടീനെ കാണിച്ചു തരുന്നത്. അപ്പോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഓഫർ എന്ന് കൊടുക്കുന്ന നമ്മള് ഓഫർ ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് എന്ത് ഓഫർ അല്ലേ? അതെ, ഇവിടെ ഓൾറെഡി ഓഫറിലാണ്. അല്ല, മോഡൽ കൂടിയ വണ്ടികൾ ഉണ്ടല്ലോ ഇവിടെ. മോഡൽ കൂടിയ വണ്ടി ഉണ്ട്. പിന്നെ 22 മോഡൽ വണ്ടി ഉണ്ട്. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്, ഒന്നും ഇല്ലാത്തില്ല. ഓക്കെ. ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെ കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാ തരം വാഹനങ്ങളുണ്ട്. അപ്പോ പിന്നെ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. നമുക്ക് വിലയും കാര്യങ്ങളും മോഡലും ഡീറ്റെയിലും ഒക്കെ ആദ്യം നമ്മളോട് പറഞ്ഞു തരും. അപ്പൊ നേരെ വണ്ടിയിലേക്ക്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് നമുക്കൊരു സെയിൽസിനൊക്കെ പറ്റിയൊരു വാഹനം കാണിച്ചു കൊടുക്കല്ല. അതും ഒരു 7 സീറ്റ് വണ്ടിയാണ്, ടാറ്റന്റെ വെഞ്ചർ. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2013 മോഡല്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന ഒരു വാഹനം അല്ല? ഓക്കെ. വണ്ടി എന്ത് പാട്? മെക്കാനിക് ഒക്കെ കുഴപ്പമൊന്നുമില്ല. എത്ര മോഡലായിരുന്നെ? 13 അല്ല? ഓക്കെ. നിലവിൽ ഈ ടാക്സ് ഇത് പ്രൈവറ്റ് അല്ല? പ്രൈവറ്റിലെ വണ്ടിയാണ്. ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? എന്തായാലും 1 ലക്ഷത്തിന് മേലോടി ഉണ്ടാവൂല? മെക്കാനിക് എന്ത് പാട്? ഫിറ്റാ? കുഴപ്പമൊന്നുമില്ല. നോർമല് എന്താ പറയുക, മോശമില്ലാത്തൊരു വാഹനം. എത്ര കൊടുക്കത്? 1,30,000 രൂപ കൊടുക്കാം. 1,30,000 കൊടുക്കാം. ലോണ് കിട്ടോ അതിന്? ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു 7 സീറ്റ് വാഹനം കാണിച്ചു കൊടുക്കാം അല്ലെ? ടാറ്റന്റെ സഫാരി. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2006 മോഡല് DI ഇഞ്ചൻ വരുന്ന വണ്ടി, DI ടർബോ ഇഞ്ചൻ, അതായത് റയർ പീസ് ആണ്. ഈ വണ്ടിക്ക് 3-4 ടൈപ്പ് ഇഞ്ചൻ വരുന്നുണ്ട്. ഇതിൽ DI ടർബോ ഇഞ്ചൻ ഉള്ള വണ്ടിയാണിത്. ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ മൈലേജ് അല്ല, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. AC വർക്കിംഗ് ആണ്, പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ്, പവർ വിൻഡോസ് വർക്കിംഗ് ആണ്. പിന്നെ വണ്ടി സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി നരിയാണല്ലേ? വണ്ടി നരിയാന്ന് പറയാണ്ടോ. മെക്കാനിക് ഒക്കെ എന്തുപാട്? മെക്കാനിക് വാങ്ങലും ഫുൾ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് അല്ലേ? പേപ്പർ വാങ്ങലും 2026 ലാസ്റ്റ് വരെ പേപ്പർ വാങ്ങലും ഉണ്ടല്ലേ? എത്ര കൊടുക്കത്? ഇത് നമ്മൾ ഫുൾ നീറ്റ് ആക്കിയിട്ട് ഇപ്പൊ 1-2 ചെറിയ ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും ടച്ചപ്പും അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് 2.5 ആസ്കാണ്. മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പൊ നിലവിലുള്ള എല്ലാ വർക്കും നിങ്ങൾ അതായത് പോളിഷും ടെന്റിങ്ങും വർക്കും കുറച്ച് ചെയ്യുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റ് മാറ്റലും ഇതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ. ചെയ്തിട്ട് വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി കുട്ടപ്പനാക്കിയിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? സ്പാർക്കാണ് നിങ്ങൾ കാണിക്കുന്നത്. അതെ ബ്രോ. ഇത് എങ്ങനെയാ മോഡൽ? ഇത് 2007 മോഡല്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. 4 വരുന്നുണ്ടോ? 2 ഡോർ വരുന്നുണ്ട്. അല്ല, 4 4 ഡോർ ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ വണ്ടി എന്ത് പാട്? മെക്കാനിക് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, ഫിറ്റാണ്. ഇത് പെട്രോൾ വണ്ടി അല്ല? പെട്രോൾ വണ്ടി. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ അതിനുള്ള പൈസ ഉള്ളൂ, 45 രൂപ കൊടുക്കാം. അതെ. എത്ര മോഡൽ പറഞ്ഞ? 2007-27 പേപ്പർ. 27 പേപ്പർ ഉണ്ടല്ലോ? ഓക്കെ. എത്ര കൊടുക്കാം? 45,000 രൂപ. വെറും 45,000 രൂപ കൊടുക്കാം. വെറും 45,000 രൂപക്ക് ഒരു കാറ്. ഇഷ്യൂസിന്റെ ഒരു വണ്ടി കാണിച്ചു കൊടുക്കല. ഇത് ലാൻസർ ആണ്, 2007 മോഡൽ വണ്ടി. പണ്ടത്തെ നെരിയായിരുന്നു ഇത്. ഇപ്പോഴും നെരി തന്നെയാണ്. ഇപ്പോഴും നെരി തന്നെയല്ല? ഓക്കെ. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2007-2027 വരെ പേപ്പർ ഉണ്ട് അല്ലേ?
ഓക്കെ. AC പവർ സ്റ്റാറിംഗ് 4 ഡോർ പവറിന്റെ വരുന്ന വണ്ടി തന്നെയാണ്. അലവിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? വണ്ടി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എല്ലാ എഞ്ചിനൊക്കെ 100%. എത്ര മൈലേജ് കിട്ടും ബ്രോ? ഒരു 18 കിലോമീറ്റർ 15 കിലോമീറ്റർ മൈലേജും കിട്ടുമല്ലോ. ഡീസൽ വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എത്രക്ക് കൊടുക്കാം? നമുക്ക് ഒരു 1.30 കൊടുക്കാം. 1.30 കൊടുക്കല്ലേ? അതെ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കാം. ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. കിദ്മത്തിന്റെ കാറാണ് അല്ലേ? അതെ അതെ അതെ. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2022 9 മാസം വണ്ടിയാണ്. 9 മാസം വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 22 ഓട്ടോമാറ്റിക് വണ്ടി. വെറും 30 സംതിങ് കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. ആകെ 32 ഓടിയിട്ടുള്ള 30 സംതിങ് ഓടിയിട്ടുള്ളൂ. ഫുള്ള് ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. തട്ടുമുട്ടോ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. 10 സർവീസ് ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി. സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഓപ്ഷൻ VXI. ഓക്കെ. എത്ര കൊടുക്കാം? 690 കൊടുക്കാം. 690. 22 ഓട്ടോമാറ്റിക് VXI ആണ്. അതും 32,000 കിലോമീറ്റർ ഓടിയ. കുറച്ചും കൊടുക്കാം. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. വണ്ടി പോളിഷും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ ഈ ലോണൊക്കെ എത്ര ഏകദേശം കിട്ടും? മാക്സിമം ലോൺ എത്രത്തോളം കയറുമോ അത്രത്തോളം നമ്മൾ ലോൺ ധീമ കയറ്റി കൊടുക്കും. 6.5 വരെ ധീമ ലോൺ ഏകദേശം പാസ്സാവും. ഇവിടെ സ്ക്വാഡിന്റെ റാപ്പിഡ് കാണിച്ചു കൊടുക്കും അല്ലേ? അതെ. ഇതെങ്ങനെയാണ് ബ്രോ? ഇത് 2012 മോഡല്. ഓക്കെ. ഡീസൽ വാഹനം. ഡീസൽ അല്ലേ? മാനുവൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടിയാണ്. മെക്കാനിക് ഭാഗങ്ങളാണെങ്കിലും എല്ലാ ഭാഗങ്ങളും സൂപ്പറാ, മോശമൊന്നുമില്ല. ഓക്കെ. വണ്ടി മെക്കാനിക് ഒക്കെ എന്തുപാട്? സൂപ്പർ വണ്ടിയാ. നല്ലൊരു കണ്ടീഷൻ AC വർക്കിംഗ്, പവർ സ്റ്റാറിംഗ് വർക്കിംഗ്, പവർ വിൻഡോസ് ഒക്കെ വർക്കിംഗ്, എഞ്ചിന് കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയാ. നല്ല മെക്കാനിക് ഉള്ള വണ്ടി തന്നെയാണ്. നല്ല തീ പോലത്തെ വണ്ടിയല്ല? നല്ല വണ്ടിയാ, മോശമില്ലാത്ത വണ്ടിയാ. ഒരാൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. തീർച്ചയായിട്ടും. ഓക്കെ. എത്ര കൊടുക്കത്? ആകെ നമ്മൾ 2.5 ലക്ഷം രൂപയാണ് ആസ്കണേ. 2.5 ലക്ഷം രൂപ ആസ്കേനെ പ്രശ്നമുള്ളൂ. എന്തെങ്കിലും കുറച്ചും കൊടുക്കാൻ നമുക്ക്. ലോൺ കൊടുക്കാൻ പറ്റുമോ? മാക്സിമം ലോൺ കൊടുക്കാം. ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് വാഹനം, അതും മഹീന്ദ്രന്റെ TUV 300 അല്ലേ വരുന്നത്? ഇത് എങ്ങനെയാണ് ബ്രോ? 2016 മോഡല്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഏറ്റവും ഫുൾ T6 ആണ് വരുന്നത്. T6 ആണ് അല്ലേ? 17-18 കിലോമീറ്റർ മൈലേജ് കിട്ടും. 7 സീറ്റർ ആണ്. AC എല്ലാ കാര്യങ്ങളും പക്ക വർക്കിംഗ് ആണ്. തട്ടുമുട്ടോ മേജറായിട്ടൊന്നുമില്ല. നല്ല വണ്ടി കേട്ടോ. യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാക്സിമം സൂപ്പർ വണ്ടിയാണ്. ഓക്കെ. ഇത് ലോക്കാണ്. ഇത് എത്ര കൊടുക്കാം ബ്രോ? നമുക്കൊരു 4.25 കൊടുക്കാം. 4.25 കൊടുക്കാം. മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? 4.5 വരെ ലോൺ ചെയ്യാം. 4.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുമല്ലോ. ഇവിടെ ഹോണ്ടന്റെ ഒരു വണ്ടി ബ്രിയോ. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2014-15 രജിസ്ട്രേഷൻ വരുന്ന SV ഫുൾ ലോഡ് വണ്ടി. ഇത് കേരള വണ്ടി ഉണ്ടല്ലേ? ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ 85,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന നീറ്റ് വണ്ടിയാ. ഓക്കെ. നല്ല നീറ്റ് വണ്ടിയല്ല? നല്ല വണ്ടി. ഓക്കെ. ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്കൊരു 3.25 കൊടുക്കാം. 3.25 കൊടുക്കല്ലേ? മാക്സിമം ഫണ്ടിങ്ങും ചെയ്യാം. ലോണ് മാക്സിമം ഫുൾ ലോണിൽ ഇറക്കാനും പറ്റും. ഓക്കെ. വേറെ റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഇതാ വീണ്ടും സെയിം കളറുള്ള ഒരു ബ്രിയോ ഹോണ്ടന്റെ വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? ഇത് 2015 മോഡല്. 15. നല്ല കിരുമത്തിന്റെ വണ്ടിയല്ലേ ഇത്? സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. ഓക്കെ. 75,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ആകെ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് കവറൊക്കെ നല്ല കോസ്റ്റ്ലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളു പുറത്തൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്കൊരു 3.80 ആസ്കിന് 3.25 ഇട്ട് ഇതും കൊടുക്കാം. 3.25 ലോൺ കൊടുക്കാം. 3.80 നിങ്ങൾ ചോദിക്കണേ. വില കുറച്ച് കൊടുക്കൂല? മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ. ഇത് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇവിടെ ഒരു സഡാം വണ്ടി ടാറ്റന്റെ മൻസ. അത് പെട്രോൾ വാഹനം കേട്ടോ. പെട്രോൾ ആകുമ്പോ അത്യാവശ്യം നല്ല മെയിൻ്റനൻസിൽ കമ്മി ഉണ്ടാവും അല്ലേ? പിന്നെ ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ? ഇത് 2010 മോഡൽ വണ്ടി. 2010. 2009 ആണ്. 10 രജിസ്റ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ കാണാൻ വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. പെട്രോൾ വണ്ടിയിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ. അതെ. ഓക്കെ. മെക്കാനിക്കും ഫിറ്റ് ഔറ ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ഓക്കെ. ഇത് കാണാൻ കൊള്ളാട്ടോ വണ്ടി. കുഴപ്പമൊന്നുമില്ല. കാണാനും കൊള്ളാം. വണ്ടി യാത്ര ചെയ്യാനും കൊള്ളാം. ക്വാളിറ്റി ഒക്കെ എന്ത് പാട്? വണ്ടി മെക്കാനിക് ക്വാളിറ്റികൾ കണ്ടുവരണം. നിങ്ങൾ ഒരു വണ്ടി കണ്ടില്ലേ? എന്താ വൃത്തി. അതെ. ഉള്ളു ഭാഗത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല വണ്ടിയാ. 2010 എന്ന് പറയില്ല ആരും. അതെ. ഫുള്ള് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പെട്രോളിൽ എത്ര മൈലേജ് കിട്ടും? നമുക്കൊരു 15 കിലോമീറ്റർ ആ ലെവൽ വരെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും ഏകദേശം?
1 സംതിങ് ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാ. എത്ര കൊടുക്കാം ഇത്? നമുക്കൊരു 1.25 ആസ്ക് ചെയ്യുന്ന പ്രൈസ്. മാക്സിമം എന്തെങ്കിലും കുറച്ച് നമുക്ക് പുതിയ പേപ്പർ ഒക്കെ എടുത്ത വണ്ടി കേട്ടോ. പുതിയ പേപ്പറും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതിൽ പേപ്പർ വാങ്ങലൊക്കെ ഫിറ്റ് ആണ്. ആസ്ക് ചെയ്യേണ്ട എന്തെങ്കിലും കുറച്ച് കൊടുക്കാം നമുക്ക്. നല്ല വണ്ടി കേട്ടോ. ഉപയോഗിക്കാൻ ആഗ്രഹിച്ച ഒരാൾ വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ധൈര്യമായിട്ട് എടുക്കും. ഇവിടെ നമുക്ക് കുറച്ച് 7 സീറ്റർ വണ്ടി കാണിച്ചു കൊടുക്കാം. ഇവിടെ ഒരു 3 വണ്ടി ആ ലൈനിൽ വരെ ഉണ്ടല്ലോ. ഇത് XUV അല്ലേ മഹീന്ദ്രന്റെ? ഇത് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന XUV 500. ഓക്കെ. ഇത് എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് നമുക്കൊരു വില ലാസ്റ്റ് പറയാ. ഓട്ടം കാര്യങ്ങളൊക്കെ 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജറായിട്ട് കാര്യങ്ങൾ ആക്സിഡന്റ് ഒന്നും. ഇത് കേരള വണ്ടിയല്ലേ ബ്രോ? നമ്പർ ആയ വണ്ടി കേട്ടോ. നമ്പർ ആയതാണ്. 2016 നമ്പർ ആക്കി കൊടുക്കാനുള്ള വണ്ടിയാ. വണ്ടി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എങ്ങനെ കണ്ടീഷൻ എങ്ങനെയാണ്? വണ്ടി മെക്കാനിക് ഒന്നും കുഴപ്പമൊന്നുമില്ല. മെക്കാനിക് ഫിറ്റ് അല്ലേ? ഓക്കെ. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. എത്ര കൊടുക്കത്? 690 കൊടുക്കാം നമുക്ക്. 690 ഏകദേശം മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുള്ള് ലോൺ മാക്സിമം ലോൺ ചെയ്തെടുക്കാം. ഷെവർലൈറ്റിന്റെ ക്യാപ്റ്റീവ എന്ന് പറഞ്ഞൊരു നമ്പറിൽ വരുന്ന വണ്ടിയാ. മോഹൻലാൽ ആഡംബര കാർ അല്ലേ? ആഡംബര കാർ എന്ന് തന്നെ പറയാം. ഓക്കെ. ഇത് എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2008 മോഡല് 2028 വരെ പേപ്പർ. നമുക്കൊരു 3.25 കൊടുക്കാം. 3.25 സീറ്റർ വണ്ടി 3.25. ഇത് ഒരു ഫോർച്യൂണറിന്റെ ആ ഒരു ലെവലൊക്കെ വരുന്നുണ്ടല്ലോ. വണ്ടി മാരക വണ്ടിയല്ലേ? ലക്ഷറി വണ്ടിയല്ലേ? ഇതൊക്കെ എന്ത് പാട് ബ്രോ? മെക്കാനിക് എന്ത് പാട്? കുഴപ്പമൊന്നുമില്ല. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് അല്ലേ? ഇവിടെ അടിപൊളി ഇന്നോവ കാർ കാണിച്ചു കൊടുക്കല്ലേ? അതെ. ഇത് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ ഒരു വണ്ടിയല്ലേ? 2010 മോഡൽ ഇന്റർകൂളർ എഞ്ചിൻ വരുന്ന വണ്ടി. ഇന്റർകൂളർ വണ്ടി 2010 വണ്ടി കേട്ടോ. ഓക്കെ. വണ്ടി നമ്പർ മാറിയതല്ലേ? വണ്ടി കൊണ്ട് നമ്പർ മാറിയ വണ്ടിയാ. എങ്ങനെയാണ് മോഡൽ? സോറി, ഓട്ടം കാര്യങ്ങളൊക്കെ ജെന്യുവിൻ പറയാൻ കഴിയോ? കഴിയില്ല. ഓട്ടം കാര്യം ജെന്യുവിൻ പറയാൻ പറ്റില്ല. വണ്ടി നല്ല നീറ്റ് വണ്ടിയാ. മെക്കാനിക് ആയിക്കോട്ടെ, എഞ്ചിൻ ഭാഗം ആയിക്കോട്ടെ, ഫുൾ ഫിറ്റ്. ഇന്റർകൂളർ ഒക്കെ പക്ക വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ. ഓക്കെ. മെക്കാനിക് ഒക്കെ ഫിറ്റ് വണ്ടി. ഒന്ന് നോക്കാനില്ല, കാരണം ചിമ്മിട്ട് എടുക്കല. G4 ആണ്. ഓപ്ഷൻ വരുന്ന G4 അല്ല? ഓപ്ഷൻ വരുന്ന G4 വണ്ടി. ഓക്കെ. എത്ര കൊടുക്കരുത്? ഈ വണ്ടിയൊക്കെ നമുക്കൊരു 4.5 ആസ്ക് ചെയ്യണേ. മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക്. 4.50 ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. കുറച്ച് കൊടുക്കാം. മാക്സിമം നമുക്ക് കസ്റ്റമർ വരുന്നതനുസരിച്ച്. ഇവിടെ നമുക്ക് ഒരു നാനോ കാർ കാണിച്ചു കൊടുക്കാം. ഒരു നാനോ ട്വിസ്റ്റ് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2017 മോഡല് ഓട്ടോമാറ്റിക് വാഹനം. 2017 ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. എത്ര ഓട്ടം ഉണ്ട് വണ്ടി? ഇത് വെറും 75,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറിൽ എടുക്കണ നല്ല സുന്ദരി വണ്ടി. ഓക്കെ. നല്ല കിണ്ണം കാച്ചിയ വണ്ടി അല്ലേ? നല്ല വണ്ടി. അതായത് ഓട്ടോമാറ്റിക് വാഹനത്തിൽ ഏറ്റവും ചെറിയ വണ്ടി എന്നും കൊണ്ടുനടക്കാൻ പറ്റിയ മൈലേജ് ഉള്ള വണ്ടിയിൽ നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ യൂസ് ചെയ്യുള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാ. നല്ല വണ്ടി. എത്ര കൊടുക്കരുത്? നമുക്കൊരു 1.85 കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഞാൻ അവിടെ നിന്ന് കിട്ടില്ല. നല്ല വണ്ടി കിട്ടൂല കേട്ടോ. നല്ല വണ്ടി, സൂപ്പർ വണ്ടിയാണ്. ഇതൊക്കെ കണ്ണി ചിമ്മിട്ട് എടുക്കാം. ധൈര്യമായിട്ട് എടുത്തോ. ഈ മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന വണ്ടികളൊക്കെ ഡീസൽ നോക്കുന്നവർക്ക്, അതും ചെറിയ ബഡ്ജറ്റിൽ ഒരു വണ്ടി അല്ല, അതും സെഡാൻ വണ്ടി. ഈ മാരുതിന്റെ XX4. ഇത് എത്ര മോഡലാ ബ്രോ? ഇത് 2013 മോഡല്. ഓക്കെ. മൈലേജിന്റെ കാര്യത്തിലും കിങ് ആണ്. വണ്ടി ഡ്രൈവിംഗും അതെ. നല്ല സ്മൂത്ത് ഡ്രൈവ് അല്ല? നല്ല സ്മൂത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വണ്ടിയാ. ഇതൊക്കെ മറ്റേ ഡിസൈറിന്റെ ആ ഒരു ഡിസൈറിനായിട്ട് ഒന്നും കൂടി ഫീൽ ഉണ്ടോ ഈ വണ്ടിയൊക്കെ? അതെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല വണ്ടി, നീറ്റ് വണ്ടി. അതൊക്കെ നമുക്ക് ചെറിയ പൈസ 2.25 രൂപ നമുക്ക് മുതൽ കൊടുക്കാം. 2.25 കൊടുക്കല? 2.25 കൊടുക്കാം. ലോൺ കിട്ടോ? ഇനി ലോൺ നമുക്ക് കൊടുത്തു നോക്കാം. മാക്സിമം നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഓഫർ പ്രൈസിന് ഒരു കിഡ്. ഇതെങ്ങനെയാ ബ്രോ? ഇത് മാനുവൽ വണ്ടി? ഇത് മാനുവൽ 2016 മോഡല്. 16 മോഡലാണ്, മാനുവൽ ആണ്. എത്ര ഓട്ടം ഉണ്ട് ബ്രോ? ഇതൊക്കെ നമുക്ക് ഓട്ടം ഒന്നിന് ചോട് ഓടിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. ഒന്നിന്റെ ഉള്ളിൽ RXT ആണ് ഓപ്ഷൻ വരുന്നത്. RXT ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ, തട്ടുമുട്ട് കാര്യങ്ങള് ഇല്ല. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, പവറിന്റെ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ. നല്ല വൃത്തിയുള്ള മാക്സിമം ലോണില് 1.65 കൊടുക്കാം നമുക്ക്. 1.65 ഈ വണ്ടി കൊടുക്കും. ഓക്കെ. അതും ഫുള്ള് ലോണില്? ഓക്കെ. വണ്ടി കിണ്ണം പോലത്തെ വണ്ടിയല്ല? വണ്ടി ഉപയോഗിക്കാനാണെങ്കിൽ ഒരു മോശമില്ല. നല്ല വണ്ടിയാണ്. ഹൂണ്ടായിന്റെ ഐറ്റം കാണിച്ചു കൊടുക്കല്ലേ? അതെ. ഇതെങ്ങനെയാണ് ബ്രോ മോഡല്? ഇത് 2013 മോഡല്. മാനുവൽ വണ്ടി. ഓക്കെ. ഓട്ടത്തിനുണ്ടാവും? പെട്രോൾ മാനുവൽ. ഇത് നമുക്കൊരു 1.15 ഓടിയിട്ടുണ്ട്. ഈ വണ്ടി നമുക്കൊരു 1.75 കൊടുക്കാം. 1.75 കൊടുക്കല? കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നല്ല മെക്കാനിക്. AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്, എല്ലാം വർക്കിംഗ്. നല്ല വണ്ടിയല്ല? ഓക്കെ.
അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇന്ത്യയുടെ ഭാഗത്തൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഒരു ആൾട്ടോ കേട്ടാണ്. ഇതെങ്ങനെയാ ബ്രോ മോഡൽ തന്നെ? ഇത് 2014 മോഡൽ, 85,000 കിലോമീറ്റർ. നല്ല സുന്ദരി വണ്ടി. നല്ല വണ്ടിയല്ലേ, നല്ല ക്വാളിറ്റി വണ്ടി. വണ്ടി 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി മെക്കാനിക് ഭാഗങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക് ആണ്, ഒന്നും നോക്കാനില്ല. കാര്യങ്ങളൊക്കെ നോക്കാന്നുണ്ടെങ്കിലും സൂപ്പറാണ്. എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കാൻ ഓടാന്നല്ലാതെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇപ്പൊ നിലവിലൊരു പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് VXi ആണ് ഓപ്ഷൻ വരുന്നത്. VXi ആണ്. 2 പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ്. എത്ര കൊടുക്കത്? ഒരു 1.85 കിട്ടേ കൊടുക്കാം. 1.85 കൊടുക്കാം. ലോണും കിട്ടുമല്ലേ? 2014 വണ്ടിയല്ലേ, ലോൺ കിട്ടും എന്തായാലും. ഫുൾ ലോൺ കയറും വണ്ടി. ഓക്കെ, മാക്സിമം ലോൺ കയറുന്ന വണ്ടി. മാക്സിമം ലോൺ കയറും. ഓക്കെ, ഇവിടെ ഒരു ഹൂണ്ടൈന്റെ ഇയോൺ കാണിച്ചു കൊടുക്കല. 2012 മോഡൽ. 12 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇറ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഇത് 75,000 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ടല്ലേ? വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ടൊന്നുമില്ല. ചെറിയ എമൗണ്ടിന് വണ്ടി. ഇതൊക്കെ ഒരു 1.40 ചോദിച്ചോളൂ. വെറും 1.40. ലോണും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കല്ലേ? അതെ. ഇതെങ്ങനെയാണ് ബ്രോ മോഡൽ? 2010 മോഡൽ, 2030 വരെ പേപ്പർ എടുത്ത ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. VDI ആണ് ഓപ്ഷൻ വരുന്നത്. അതെ. ഓക്കെ, വണ്ടി എന്തോ റീപ്ലേസ് കാര്യങ്ങൾ എന്തുണ്ടോ? ഒരു മേജർ ആയിട്ട് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി. നിലവിൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും സൂപ്പർ. AC വർക്കിംഗ് ആണ്. കുഴപ്പമൊന്നുമില്ല. വണ്ടി കാണാൻ കുറച്ച് വൃത്തിയുണ്ട് കേട്ടോ. അതെ. ഇത് എങ്ങനെയാണ് ആസ്ക് നിങ്ങള്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ചോദിക്കേണ്ടത്. നെഗോഷ്യബിൾ ആണ് അല്ലേ? വില കുറച്ച് കൊടുക്കൂലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ലോൺ കിട്ടുമോ ഇതിന്? നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് 1.25 വരെ ലോൺ കൊടുക്കും. ലോൺ കൊടുക്കല്ലേ? നമ്മളെ ഈ പരിസരത്തുള്ള തിരൂർ ഭാഗത്തൊക്കെ ഉള്ള ആൾക്ക് ലോണ് ഇവിടുന്ന് മറ്റേ സേർട്ട് ഫിനാൻസ് അല്ലേ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. ഇവിടെ ഒരു സെന്ന് കാറ്. ഇതെങ്ങനെയാണ് ബ്രോ? സെന്ന് MPFI VXi ആണ് വണ്ടി. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, വൈപ്പർ എല്ലാം വരുന്ന എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വണ്ടി അല്ലേ? 2030 വരെ ഇതിന് പുതിയ റിന്യൂവൽ എടുത്തിട്ട് നമ്മൾ കൊടുക്കണ പുത്ത റിന്യൂവൽ. ഡീസലാ പെട്രോൾ വാഹനം. VXi എന്ന് പറഞ്ഞാൽ പെട്രോൾ വാഹനം. ഈ വണ്ടി നമ്മൾ പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പുതിയ റിന്യൂവൽ എല്ലാം എടുത്തിട്ട് കസ്റ്റമർക്കാണ് കൊടുക്കും. വെറും 85,000 രൂപയ്ക്ക് VXi വണ്ടി. 85,000 രൂപ. വില കുറച്ച് കൊടുക്കോ? വില എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ ചെയ്ത് കൊടുക്കാം. VXi റയർ ബീസൽ വണ്ടികളല്ലേ? വാഗണർ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെ? 2027 പേപ്പറിലെ 2006 മോഡൽ വാഗണർ. 2027 വരെ പേപ്പർ ഉണ്ട് അല്ലേ? 6 മോഡലാണ്. VXi വർക്കിംഗ് ആണ്. പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ്. പവർ വിൻഡോസ് വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. ടയർ പുതിയ ടയർ ഫ്രണ്ടിലുണ്ട്. നല്ല സുന്ദരി വണ്ടി. വൈറ്റ് കളറില് പഠിക്കാനും കൊണ്ടെടുക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വന്ന് മുതലുണ്ട്. പഠിത്തക്കാർക്കൊക്കെ പറ്റുമല്ലോ. എല്ലാം ചെയ്യാനുണ്ടോ? വർക്ക് എടുക്കാനുണ്ടോ? ഒന്നുമില്ലാണ്ട് ഉപയോഗിച്ചാൽ മതി. വർക്ക് എല്ലാം ഓൾറെഡി ഇപ്പൊ എടുത്ത് തന്നെ അല്ലേ? ഒരു സ്കൂട്ടറിന് പൈസ മാറ്റേണ്ടി വരും, പുതിയതാക്കേണ്ടി വരും. സീറ്റ് കവറൊക്കെ എത്ര കൊടുക്കത്? നമുക്കൊരു 85,000 രൂപ കൊടുക്കാം. 85,000 രൂപക്ക് ഒരു വാഗണർ. അതെ. ഓക്കെ, ഇവിടെ നാനോ കാർ കാണിച്ചു കൊടുത്താലോ? നാനോ 2014 മോഡൽ. 14 മോഡൽ. ഓക്കെ, ഓഫറിന് ഉണ്ടായിക്കോട്ടെ. AC ഒക്കെ ഓഫർ പ്രൈസിന് ഒരു നാനോ കാർ വെറും 50,000 രൂപയ്ക്ക് മുതലുണ്ടായിക്കോട്ടെ. 50,000 രൂപ കൊടുക്കും. 2014 മോഡൽ നാനോ 50,000 രൂപയ്ക്ക് കിട്ടും. ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വില കിട്ടും. മോഡൽ അനുസരിച്ച് വില നമ്മൾ കുറച്ച് കൊടുക്കണ്ടേ? ഓക്കെ, വണ്ടി എങ്ങനെ? എന്ത് പാട്? വണ്ടി നല്ല വണ്ടി. മെക്കാനിക് ഭാഗങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു ഭാഗം വൃത്തിയാക്കേണ്ടതാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആക്കി കൊടുക്കുമോ? ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, അറ്റകുറ്റപ്പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇത് ഇൻക്ലൂഡ് ആക്കി തരും കേട്ടോ. ഈ 50,000 രൂപന്റെ ഉള്ളില് എല്ലാം സെറ്റ് ആക്കി തരും. നല്ല സീറ്റ് കവറാണ്. AC വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ഇവിടെ ഒരു ഓംനി വാനി. ഇതെങ്ങനെയാണ് ബ്രോ? ഇത് 2006, 2030 വരെ നമ്മൾ പേപ്പർ എടുത്ത് കൊടുക്കും. ഓക്കെ, പിന്നെ ഒരു 75,000 രൂപ. വെറും 75,000 രൂപ. എഞ്ചിനാട്ടാ, എഞ്ചിൻ NPFI ആണ്. ചില്ലറ വൃത്തിയാക്കലുണ്ട്. വണ്ടി മെക്കാനിക് കൊണ്ട് ഫുൾ ഓക്കെയാണ് വണ്ടി. ഓക്കെ, പേപ്പർ മുതൽ എടുത്ത് കൊടുക്കും. 75,000 രൂപ. ഓക്കെ, വന്നോട്ടെ. ഇതൊക്കെ സെയിൽസിനും കാര്യങ്ങളും കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ ഇതിന് കൊണ്ട് നടക്കാൻ വേണ്ടി. ഇവിടെ ടാറ്റന്റെ CS ആണിത്. CS എന്ന് പറഞ്ഞാൽ ബാക്ക് ഡിക്കുള്ള വണ്ടി. അല്ലേ? അതെ. ഓക്കെ, ഇത് ഡീസൽ പെട്രോളാ? ഡീസൽ വണ്ടി. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒരു വെറും 65,000 രൂപ ചോദിച്ചിട്ടുള്ളൂ. വെറും 65,000 രൂപക്ക് ഒരു 2029 വരെ പേപ്പർ ഉണ്ട്. ഡീസലാണ് വണ്ടി. അത്യാവശ്യം 20 കിലോമീറ്റർ മൈലേജും കിട്ടും. കൺഫേം കിട്ടും. ഓക്കെ, ഇവിടെ ഒരു മഹീന്ദ്രന്റെ ഈ മഹീന്ദ്ര കോണ്ടോ ഒരു 7 സീറ്റ് വാഹനം. 7 സീറ്റ് വാഹനം. ഫുൾ ലോഡ് വണ്ടി. ഓക്കെ, നമുക്ക് 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞ? 13.
₹2,50 ഒരു 7 സീറ്റ് വണ്ടി, മഹീന്ദ്രന്റെ ഒരു വാനാണ്. ഇവിടെ ഒരു വാഗണർ, ഇതെങ്ങനെയാ ബ്രോ? ഇത് 2006 26 വരെ പേപ്പറിൽ VX വണ്ടിയാണ് ഇതും. VX ഇത് 65,000 കൊടുക്കാം നമുക്ക്. വെറും 65,000. 65,000 2006 വാഗണറിൽ കിട്ടുന്നത്. ഒരു സ്കൂട്ടർ കിട്ടുമോ ഈ കാര്യം? ഇവിടെ ഒരു നാനോ കാർ കാണിച്ചു കൊടുത്താലോ? 2010 പുതിയ പേപ്പർ 45,000 വെറും 45,000 ഒരു നാനോ കാർ, പുതിയ പേപ്പർ. കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫുള്ള് AC ഒക്കെ വർക്കിംഗ് ഉണ്ടല്ലേ? വണ്ടി ചെറിയ അങ്ങനെ അഥവാ ചെറിയ എന്തെങ്കിലും വർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും. മുതൽ കൊടുക്കുന്നത്. അതെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ നന്നാക്കി തരും കേട്ടോ. ഇത് ഏതാ? ടാറ്റന്റെ ഇൻഡിക. ഇത് എങ്ങനെയാണ്? ഇത് 2030 വരെ പേപ്പറിലെ വണ്ടി. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ വരുന്ന വണ്ടി. ഓക്കെ. ഫുൾ ലോഡ് വണ്ടി ഒരു 50,000 കൊടുക്കുന്നത്. 50,000 കൊടുക്കുന്നത്. ഡീസൽ വണ്ടി, 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. 20 കിലോമീറ്റർ മൈലേജും കിട്ടും. പിന്നെ ഇവിടെ ഒരു കോണ്ടസ് മായത്തിന്റെ ബലനോ? അതെ. എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് ബലാന 2006 2030 വരെ നമ്മൾ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വർക്കിംഗ് ഉള്ള വണ്ടി. എല്ലാം വർക്കിംഗ് ഉണ്ടല്ലേ? നല്ല എഞ്ചിന്, നല്ല ഗിയർ ബോക്സ്. ഓക്കെ. വണ്ടി മെക്കാനിക് ഭാഗങ്ങൾ സൂപ്പറാണ്, ബോഡി കാര്യങ്ങൾ സൂപ്പറാണ്. ഒന്നും നോക്കാല്ല, എണ്ണ അടിക്കാൻ പോകണല്ലേ? ഇവിടെ ഒരു ചവർലൈറ്റിന്റെ ഒരു ബീറ്റ് കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയാണ് ബ്രോ? ഡീസൽ 2012 മോഡല് ഡീസൽ വണ്ടി, അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും. അതെ. ഓക്കെ. 2000 എത്ര മോഡൽ പറഞ്ഞ? 12 മോഡൽ ബീറ്റ്. എന്തുപാട് വണ്ടി? 90,000 കൊടുക്കാം നമുക്ക്. AC പവർ സ്റ്റിയറിംഗ്, പവറിനുള്ള വണ്ടി. വെറും 90,000 ഒരു ബീറ്റ്. ഓക്കെ. 12 മോഡല്. ഓംനി വാൻ, ഇതെങ്ങനെയാണ് ബ്രോ? 2011 മോഡൽ ഓംനി. ഓക്കെ. നല്ല വണ്ടിട്ടാ, മെക്കാനിക് കാര്യങ്ങൾ, MPF എഞ്ചിനാണ്. ഇത് കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു വാനാണ്. നല്ല ബോഡി വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. ഇത് എത്ര പീസ് ഉള്ള ഇവിടെ നിങ്ങളെടുത്ത്? നമ്മുടെ 2 പീസ് ഉണ്ട്. ഓംനി വാൻ ഇവിടെ 2 പീസ് അവൈലബിൾ ആണ്. ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ നിലവിലെല്ലാ പേപ്പർ ഇപ്പൊ ക്ലിയർ ആണല്ലോ. എത്ര കൊടുക്കത്? നമുക്കൊരു 1.15 കിട്ടിയാ കൊടുക്കാം. 1.15 കൊടുക്കാം അല്ലെ? 7 സീറ്ററിലേക്ക് പോവല്ലേ? ടവേര ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2010 മോഡല് പേപ്പർ എടുത്ത വണ്ടി. 2010 മോഡല് പുതിയ പേപ്പറൊക്കെ എടുത്തിക്കണു ഓൾറെഡി. ഇത് ടാക്സിയാ അല്ലെങ്കിൽ? ടാക്സി വണ്ടി. ടാക്സി. പെർമിറ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ? ടാക്സി പെർമിറ്റ് എല്ലാം ഉള്ള വണ്ടി. ഇപ്പൊ നിലവിലുണ്ടോ? എല്ലാ പേപ്പർ ഉള്ള വണ്ടി. ഓക്കെ. എങ്ങനെ വണ്ടി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. നമുക്കൊരു 2.5 കൊടുക്കാം. 2.5 ലക്ഷം രൂപ കൊടുക്കല്ലേ? ഇവിടെ 3 പീസ് ഉണ്ട് ഈ ടവേര. ഇവിടെ ഒരു ഗ്രേ കളർ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയാണ് ബ്രോ? 2007 പേപ്പർ ഉണ്ട്. 2007 മോഡല് 27 വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാണ് കണ്ടീഷന്? ആ വണ്ടി നമുക്ക് ഒരു 1.65 കൊടുക്കാം. 1.65 കൊടുക്കാം. നിലവില് മെക്കാനിക് ഒക്കെ എന്തുവാട്? നല്ല കുഴപ്പമൊന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ. ഇവിടെ ഒരു വൈറ്റ് കളർ ടവേര. ഇത് എങ്ങനെയാണ് ബ്രോ? അത് 2010 നമുക്ക് പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് കൊടുക്കാം, ടാക്സി ആണെങ്കിൽ ടാക്സി കൊടുക്കല്ലേ? ഓക്കെ. ഇത് എത്ര വില? നമുക്ക് 2.5 കൊടുക്കാം. 2.5 രൂപ അല്ല? 5 കുറച്ചും കൊടുക്കാം. ഓക്കെ. സാൻഡ്രോ കാർ കാണിച്ചു കൊടുക്കല്ലേ? അതെ. അത്യാവശ്യം കുറച്ച് വൃത്തിയുള്ള ഒരു വാനാണ്. ഇതെങ്ങനെയാണ് ബ്രോ? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്. മോഡല് 2002 മോഡൽ 2027 വരെ പേപ്പർ. 27 വരെ പേപ്പർ ഉണ്ട്. നല്ല എഞ്ചിൻ ഇട്ടാ, നല്ല എഞ്ചിന്, നല്ല മെക്കാനിക്. എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്കാണല്ലേ? സൂപ്പർ വണ്ടി. എവിടെ എത്തിച്ചു കൊടുക്കാം? ഇന്ത്യയിൽ എവിടെ എത്തിച്ചു കൊടുക്കാം? അങ്ങനത്തെ കണ്ടീഷൻ പറഞ്ഞാലേ. അങ്ങനത്തെ കണ്ടീഷൻ ഇന്ത്യയിൽ എവിടെ എത്തിച്ചു കൊടുക്കാം? ഓക്കെ. എത്ര ആസ്ക് ചെയ്യുന്നത്? ഈ 55 രൂപ. ഒരു സ്കൂട്ടർ അങ്ങനെ കായില്ല, ഒരു ഫോൺ അങ്ങനെ കായില്ല. അതെ. 55,000 രൂപക്ക് ഒരു സാൻഡ്രോ കാർ. ഓക്കെ. ഇവിടെ ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലക്ക് 2 വോക്സ് വാഗന്റെ പോളോ കാണിച്ചു കൊടുക്കല്ലേ? നമുക്ക് ആദ്യം റെഡ് കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയാണ് റെഡ്? 2012 മോഡല്. 12 മോഡല്. ഏതാ ഓപ്ഷൻ തന്നെ? ഇത് കംഫർട്ട് ലൈൻ അല്ലെ? ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും? 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം ഓടിയത് കൊണ്ട് 2 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ട് നിലവില് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. പോളല്ലേ? പോവാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. പോളൊക്കെ വാങ്ങുന്നവർക്ക് നല്ല കണ്ടീഷനുള്ള വണ്ടി ആയിരിക്കണം. വണ്ടിയല്ല, പോക്കറ്റ് കുറച്ച് കട്ടിയായിരിക്കണം, അല്ലെങ്കിൽ പണി പാടും. ഓക്കെ. ഇത് 2 രൂപ കൊടുക്കാം. ഈ ലോൺ കിട്ടോ? ലോൺ കിട്ടൂല്ലേ? ഓക്കെ. ഇവിടെ ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയാണ്? ഇത് 2013 വണ്ടി. 13 വണ്ടി. ഇത് എങ്ങനെയാണ്? ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹൈലൈൻ. ഇത് ഡീസലാ പെട്രോളാ? ഡീസൽ. 2 വണ്ടി ഡീസൽ അല്ല, അതും ഡീസലാണ്, ഇതും ഡീസലാണ്. ഓക്കെ. ഇത് എന്തുപാട് മെക്കാനിക്? 2.25 രൂപ.
13 മോഡൽ വണ്ടി. നിങ്ങൾ പറഞ്ഞ മാതിരി ദുനിയാവ് കിട്ടിലേക്ക് അല്ല ദുനിയാവിന്ന് എവിടെ നിന്ന് കിട്ടാലോ, പക്ഷെ വണ്ടി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും കൂടി നല്ല സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാ ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ പക്ക പറയുമ്പോ വന്ന് ചെക്ക് ചെയ്ത് ഓരോ എല്ലാ ഭാഗം നോക്കി ഇഷ്ടപ്പെട്ട അടുത്താൽ വണ്ടി. അതെ അതെ, ആര് വന്ന് നോക്കണമെങ്കിലും വണ്ടി നോക്കിക്കോട്ടെ. ഓക്കെ, മൂപ്പര് പക്ക പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. അല്ല ഓല അല്ല നമ്മള് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും കസ്റ്റമറെ ചെക്കിങ് നിർബന്ധം. അല്ല ഇതൊക്കെ ചെക്കന്മാർക്ക് ഓൾക്ക് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെലവ് കൂടിയ വണ്ടിയാ, ചെലവ് കൂടുതൽ ഉണ്ടാവും. അതെ അതെ, അപ്പൊ അത് കണ്ടറിഞ്ഞ് എടുക്കാം. അതെ അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളാം. കൂട് വണ്ടി അത് ടാറ്റന്റെ എയ്സ് ആണ്, ഒരു ടാക്സി വണ്ടിയാണ്. എങ്ങനെയാണ് ബ്രോ ഇത്? 2022 മോഡൽ വണ്ടി, ഒരു 34,000 കിലോമീറ്റർ. ഈ വണ്ടി നമുക്ക് ഒരു 3.25 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം, നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. 3.25 ചോദിക്കുന്നുണ്ട്, പൊട്ടിച്ചു കൊടുക്കാം. ഇത് എ സി ഒക്കെ ഉള്ള വണ്ടിയാ? എ സി ഇല്ല, പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ആവശ്യമൊക്കെ കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടോ ഒന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ കുറെ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കാന്ന് വെച്ചാൽ 3.75 ലോണും ഫുള്ള് കൊടുക്കല്ലേ? മാക്സിമം ലോൺ കൊടുക്കാം. ഇതെങ്ങനെയാണ് ടാറ്റന്റെ സുമോ ഗോൾഡ്? 2012 ടാക്സിയിലുള്ള വണ്ടി, പേപ്പറൊക്കെ എടുത്തിട്ട് 2 ലക്ഷം രൂപയ്ക്ക്, വെറും 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റ് വണ്ടി അല്ലേ? കണ്ടീഷനൊക്കെ 100% സൂപ്പർ. ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ബോഡിന് കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്. അത് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് കൊടുക്കാം. ഇവിടെ ഒരു പ്രാന്തൻ ജീപ്പാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇത് 1982 മോഡൽ ബില്ലീസ്. ഓക്കെ, പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. ഇതിങ്ങനെ കൊണ്ട് മറ്റേ ഇവര് പിടിക്കോ? RC ഓപ്പൺ ഉള്ള വണ്ടിയാണ്. RC ഓപ്പൺ ജീപ്പ് എന്നുള്ള പേരുള്ള വണ്ടിയാണിത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് വില? ഇത് നമ്മൾ 2.5 കൊടുക്കും. 2 രൂപ കൊടുക്കുക. ഇങ്ങനത്തെ നമ്പറൊക്കെ ഉള്ള വണ്ടി കിട്ടാനില്ല. KE 6001 ഇങ്ങനത്തെ നമ്പറുള്ള വണ്ടിക്കൊക്കെയാണ്. ഇതൊക്കെ വിന്റേജ് കണക്കപ്പെട്ട വണ്ടികളാണ്. അതെ, ഇത് മറ്റേ സിനിമക്കാരൊക്കെ കാണണോ കൊണ്ടുപോകണമെങ്കിൽ? അതെ, ഈ വക വണ്ടികൾ കിട്ടാനില്ല. ഇതെങ്ങനെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും? ഇവിടെ മലപ്പുറം തിരൂരില് മൂച്ചിക്കൽ വലിയപാടെന്ന് പറഞ്ഞ ലൊക്കേഷനാ. അതായത് തിരൂരിന് താന്നൂർക്ക് പോണ റോഡിലെ മൂച്ചിക്കൽ കഴിഞ്ഞ പാടുള്ള സ്റ്റോപ്പ്. ഓക്കെ, നിങ്ങള് പിന്നെ ഇപ്പോ താനൂരിന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത പട്ടത്താണി കഴിഞ്ഞ പാട് അടുത്ത സ്റ്റോപ്പ് വലിയ പാടം. ഇപ്പൊ തെക്കുന്ന് വടക്കുന്നൊക്കെ ഇപ്പൊ ട്രെയിനിൽ വരുന്നെങ്കിൽ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം, താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. എളുപ്പം തിരൂരാണെങ്കിലും താനൂരാണെങ്കിലും രണ്ടോടത്തൊന്നും ഒരു 3-3.5 കിലോമീറ്റർ ഉള്ളുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമ്മൾ അവിടെ വന്ന് എടുക്കൂലേ? നിങ്ങൾ പോയി പിക്ക് ചെയ്യും? നമ്മൾ ആളെ പോയി പിക്ക് ചെയ്യും. ഓക്കെ 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 ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്.